തന്റെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ശങ്കരാചാര്യർ ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുപോയി. അങ്ങനെ ജ്യോതി ആനയിച്ച കര എന്ന് ആ സ്ഥലത്തിന് പേരും വന്നു. പിന്നീട് അത് ലോപിച്ച് ചോറ്റാനിക്കരയായി. ചോറ്റാനിക്കരയിൽ പോയി അവിടെ കാണുന്നവരുടെ ആഗ്രഹങ്ങള് ദേവി സാധിച്ചു കൊടുക്കാമെന്ന് ദേവി ശങ്കരാചാര്യർക്ക് വാക്ക് നൽകിയതല്ലേ. അതുകൊണ്ട് ഞാൻ ആ നടയിൽ ചെന്ന് പ്രിയഞ്ചേട്ടന്റെ അമ്മയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ രക്ഷപ്പെടും അല്ലേ ചേച്ചി? ദേവി ആരെയും കൈവിടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പ്രതീക്ഷ കൂടി. പ്രിയഞ്ചേട്ടന്റെ അമ്മ ഉറപ്പായിട്ടും കണ്ണു തുറക്കും. ചോറ്റാനിക്കര ദേവിയുടെ കഥ കേട്ടില്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന നിബന്ധന എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ചേച്ചി തെളിച്ചു പറയേ. ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞത് തന്നെ. നിങ്ങളുടെ കൂടെ ചോറ്റാനിക്കരയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ കൂടെ വരില്ല. അത് ചേച്ചി എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്റെ ഈ വ്യവസ്ഥ സമ്മതമാണോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. സമ്മതമാണെങ്കിൽ നമുക്ക് നടത്താൻ തുടരാം. സമ്മതമല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പിരിയാം. അയ്യോ ചേച്ചി പോലെ ചേച്ചി. ചോറ്റാനിക്കര ദേവി ഞങ്ങളോട് ഇച്ചിരി ദയ കാണിച്ചതുകൊണ്ടാ ഞങ്ങൾ ചേച്ചിയെ കണ്ടുമുട്ടിയത്. ഇനിയും തെമ്മാടികളുടെ കയ്യിൽ പെട്ട് നിലവിളിച്ചുകൊണ്ട് ഓടാൻ വയ്യ ഞങ്ങൾക്ക്. ചേച്ചിയുടെ നിബന്ധന ഞങ്ങൾ അംഗീകരിക്കുന്നു. ചേച്ചി പറയുന്നതുവരെ ഞങ്ങൾ ചേച്ചി തിരിഞ്ഞു നോക്കില്ല. ശരി, എങ്കിൽ ജപിച്ചുകൊണ്ട് നടന്നോളൂ. ഞാൻ പുറകെ വരാം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ജീവന്റെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ഡോക്ടേഴ്സ് ശ്രമിക്കും. പക്ഷേ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പേഷ്യന്റിന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്തുന്നത് ക്രൂരതയല്ലേ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇവിടെ ഇങ്ങനെ കിടത്തുന്നു പ്രിയൻ? വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? സ്വന്തം വീട്ടിൽ കിടന്ന അമ്മ കണ്ണടച്ചോട്ടെ. ഞാൻ ഡിസ്ചാർജ് ആവശ്യപ്പെടട്ടെ? വേണ്ട സർ. ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മയുടെ നെഞ്ചിനകത്ത് ഒരു തരി ശ്വാസം ബാക്കിയുണ്ട്. ഡോക്ടർക്ക് ചികിത്സയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഞാനും എൻ്റെ അനിയത്തെയും വിളിക്കുന്ന ദൈവങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 24 hours കഴിഞ്ഞില്ലേ പ്രിയൻ? നിമിഷം തോറും അമ്മയുടെ കണ്ടീഷൻ മോശമാവല്ലേ ചെയ്ത? ഇനിയും ഒന്നും ചെയ്യാനില്ല എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടെ കിടത്തുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ ക്രൂരതയാണെന്ന എൻ്റെ അഭിപ്രായം. കൈലാഷ് സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും അറിയാതെ കിടക്കുകയാണെങ്കിലും അമ്മയുടെ മനസ്സ് പറയുന്നുണ്ടാവും എനിക്കെൻ്റെ വീട്ടിൽ കിടന്ന് കണ്ണടച്ചാൽ മതിയെന്ന്. അതും എനിക്കറിയാം. പക്ഷെ കൈലാഷ് സാർ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞ അമ്മയെ